ഭാവിയിലെ ജർമ്മനിയിലെ ഒരു പോലീസുകാരിയെ പരിചയപ്പെടുത്തി തരാം. കൂട്ടുകാരെ, ഇവിടെ ജർമ്മനിയിൽ ഒരുപാട് ആളുകൾ അങ്ങനെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നുമായിട്ട് വലിയ ആക്റ്റീവ് ഒന്നുമല്ല. എല്ലാവർക്കും തന്നെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും അങ്ങനെ അവരുടെ ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യാറില്ല. അങ്ങനെ ഒരു പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം അതിവിടെയുള്ള ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇന്ത്യക്കാർക്ക് കൂടുതലായിട്ടും നമ്മുടെ ഫേസ് ഒക്കെ കാണിച്ച് വീഡിയോ ചെയ്യുക, അതിനകത്തൊക്കെ ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യക്കാർ മാത്രമല്ല, ഞാൻ പൊതുവെ ഈ ആഫ്രിക്കൻസിനെ കാണുമ്പോൾ അവരും അതെ, അവരിങ്ങനെ ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ അവർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ അവരുടെ വീഡിയോസ് കാണുന്നവർക്ക് വലിയ സന്തോഷമാണ്. പക്ഷെ ഇവിടെ പൊതുവെ ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ള ആ ഒരു പബ്ലിക്കായിട്ടുള്ള ആ ഒരു ഫേസ് കാണിച്ച് ആ വീഡിയോ ചെയ്യുന്നതൊന്നും വലിയ താല്പര്യമില്ല. പ്രൈവറ്റായിട്ട് അവരുടെ കാര്യങ്ങൾ, അവരുടെ ലൈഫ് ഒക്കെ ആയിട്ട് അവരെങ്ങനെ മുന്നോട്ട് പോകുന്നതിനോടാണ് കൂടുതലായിട്ടും താല്പര്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ കണ്ടിട്ട് വരാം. ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാവിയിലെ ജർമ്മനിയിലെ ഒരു പോലീസുകാരിയെ പരിചയപ്പെടുത്തി തരാം. Guckst du hier, du bist eine zukünftige Polizistin in Deutschland. Wann machst du Ausbildung? Ja. Deine Papa ist Polizei. Ja. Und ist das nur deswegen hast du diesen Beruf ausgewählt oder möchtest du etwas wirklich tun? Oder ist das eine interessante Arbeit oder was ist das? Ja, interessante Arbeit. Menschen helfen, zukunftssicherer Job. Ja. Hast du Mut, einen Kriminal zu folgen und ihn zu Tod machen? Ja. Hast du Mut? Natürlich. Hast du jetzt auch Mut? Du hast noch nicht Training bekommen. Was? Du hast nicht Training bekommen, noch nicht. Aber hast du jetzt auch Mut? Ja. Aber wenn die zurück attackieren würde, dann? Ist jetzt auch schwierig, aber dafür bin ich ja ausgebildet. Okay. Möchtest du nicht dein Gesicht zeigen? Nee. ഇവിടെയുള്ള ആളുകളൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ.